ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ദിലീപ്. അപ്പോൾ എല്ലാ കൂട്ടർക്കും സുഖമാണെന്ന് വെച്ചിരിക്കുന്നു. ജിയോയുടെ ഒരു വിപ്ലവം നമ്മൾ 6 വർഷം മുമ്പ് മുതൽ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ജിയോ വന്നത് മുതൽ കണ്ണിൽ കണ്ട ടെലികോം കമ്പനികളൊക്കെ ഇടിച്ച് തകർത്ത് അതിൻ്റെ ബ്രാൻഡ് നെയിം പോലും പുറത്തു വരാത്ത രീതിയിൽ ചവിട്ടി താഴ്ത്തി കുതിച്ചുകൊണ്ടിരിക്കുന്നൊരു കാഴ്ച. ഇതൊരു അത്ഭുതകരമായ കാഴ്ച തന്നെയായിരുന്നു. 200 രൂപയ്ക്ക് ടോട്ടൽ വെറും 2 GB, 149 രൂപയ്ക്ക് ടോട്ടൽ വെറും 1.5 GB ഒക്കെ കൊടുത്തുകൊണ്ടിരിക്കുന്ന കുത്തക കമ്പനിയുടെ മുഖത്തേക്കുള്ള അടിയായി 4 GB ഹൈ സ്പീഡ് ഇൻ്റർനെറ്റ് ഡെയിലി ഫ്രീ ആയി കൊടുത്ത് സകലരെയും ജിയോയിലേക്ക് അടുപ്പിച്ചുകൊണ്ടുള്ള ഒരു മുന്നേറ്റമൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. ഇന്ന് നിങ്ങളും ഞാനും അടക്കം ഉപയോഗിക്കുന്ന ഒരു നെറ്റ്വർക്ക് കൂടിയാണ് ജിയോ എന്ന് പറയുന്നത്. മാത്രമല്ല, ജിയോയുടെ സാറ്റലൈറ്റ് ടവർ ഇൻ്റർനെറ്റ് ആൻഡ് കോളിംഗ് ഫെസിലിറ്റിയുടെ ലോഞ്ചിങ് അന്തിമഘട്ടത്തിലാണ്. അങ്ങനെ ഇരിക്കെ ജിയോ ഇലക്ട്രിക് വാഹനങ്ങൾ കൂടി ഇറങ്ങിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എങ്ങനെ ഉണ്ടാവും? സംഗതി തകർക്കുമെന്നുള്ള യാതൊരു സംശയവുമില്ല. ഇതിനൊരു സാധ്യതകൾ ഒരിക്കലും തള്ളിക്കളയാനായിട്ട് സാധിക്കുകയില്ല. കാരണം ജിയോയുടെ EV ചാർജിംഗ് സ്റ്റേഷൻസ് ഇന്ത്യയിൽ 21 സംസ്ഥാനങ്ങളിൽ ഇന്നും പ്രവർത്തിച്ചു വരുന്നുണ്ട്. റിലയൻസ് ഇൻഡസ്ട്രീസ് ലിമിറ്റഡ് ഇലക്ട്രിക് കാർ രംഗത്തേക്ക് പതിയെ ചുവട് വയ്ക്കുന്നതായി 2018 തന്നെ വാർത്തയുണ്ടായിരുന്നു. 2018 മെയ്യിൽ ജിയോയും ബ്രിട്ടീഷ് പെട്രോളിയവുമായി സംയുക്തമായി ചർച്ചകൾ നടക്കുന്ന സമയത്തായിരുന്നു ഈ ഒരു വാർത്ത പ്രത്യക്ഷപ്പെട്ടത്. ഇന്ത്യയിലെ 21 സംസ്ഥാനങ്ങളിൽ ജിയോയും ബ്രിട്ടീഷ് പെട്രോളിയവും സംയുക്തമായി ചില്ലറ വിൽപ്പന തരങ്ങൾ സ്ഥാപിക്കുകയായിരുന്നു ഈ ഒരു ചർച്ചയിലെ പ്രധാന ഉടമ്പടി എന്ന് പറയുന്നത്. പിറ്റേ വർഷം തന്നെ ജിയോ BP പെട്രോൾ പമ്പുകൾ ഇന്ത്യയിൽ യാഥാർത്ഥ്യമായി. ആദ്യ വർഷം തന്നെ 1400 റീറ്റെയിൽ സൈറ്റുകളിൽ ആരംഭിച്ച ജിയോ BP പമ്പുകൾ വലിയ ഉപഭോക്തൃ ശൃംഖല തന്നെ സൃഷ്ടിച്ചു. അങ്ങനെയാണ് ജിയോ BP ശൃംഖലയിലേക്ക് ആകൃഷ്ടരായി സിട്രോയൻ കാർ കമ്പനി എത്തിയത്. തങ്ങൾ ഇന്ത്യയിൽ നിർമ്മിക്കുന്ന ഇലക്ട്രിക് കാറുകളുടെ ചാർജിംഗ് സ്റ്റേഷനുകൾ ജിയോ BP പമ്പുകളിൽ സ്ഥാപിക്കുന്നതിനുള്ള സഹകരണമാണ് സിട്രോയൻ ആവശ്യപ്പെട്ടത്. 2023 ഫെബ്രുവരിയിലാണ് ഈ ഒരു സഹകരണം യാഥാർത്ഥ്യമായത്. ഇത് കഴിഞ്ഞത് മുതൽ തങ്ങളുടെ പമ്പുകളിൽ ഇലക്ട്രിക് ചാർജിങ്ങിന് അനന്തമായ സാധ്യതകൾ ഉണ്ടെന്ന തിരിച്ചറിവിലാണ് എന്തുകൊണ്ട് EV ഇൻഡസ്ട്രിയിലേക്ക് കാലുകുത്തിക്കൂടാ എന്നതിനെക്കുറിച്ച് ജിയോ ചിന്തിച്ചത്. പമ്പുകൾ മാത്രമല്ല, ഇന്ത്യ പോസ്റ്റിനും ടാറ്റയ്ക്കും പോലും ഇല്ലാത്ത അത്ര ഡിസ്ട്രിബ്യൂഷൻ കവറേജ് റിലയൻസിനുണ്ട്. ഇനി ഇന്ത്യയിലേക്ക് EV ഇൻഡസ്ട്രി ജിയോ കൊണ്ടുവരാൻ പോകുന്നതിൻ്റെ പ്രധാന തെളിവുകൾ ഇവയൊക്കെയാണ്. ഈ വർഷം മെയ്യിൽ MG മോട്ടോഴ്സിന്റെ ഉടമകളായ ചൈനീസ് SICS മോട്ടോർ കമ്പനി തങ്ങളുടെ ഇന്ത്യയിലെ ബിസിനസ് മുഴുവനായും റിലയൻസിന് വിൽക്കാനായി ആലോചിക്കുന്നതായി CEO രജീഷ് ജബ്ബാർ CNCBയോട് വെളിപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. എന്നാൽ ബ്രാൻഡ് എക്സ്പാൻഷൻ രംഗത്ത് വലിയ കാര്യക്ഷമതയൊന്നുമില്ലാത്ത MG മോട്ടോഴ്സിന്റെ ഫ്യുവൽ ഇന്ധന കാറുകളോട് റിലയൻസിന് വലിയ താല്പര്യമൊന്നും ഉണ്ടായിട്ടില്ല. എന്നാൽ MGയുടെ ഇലക്ട്രിക് SUVയിൽ അവരുടെ ഒരു കണ്ണുടങ്ങി. MG ഇലക്ട്രിക് XUVകളുടെ സാങ്കേതിക കൈമാറ്റം സാധ്യമാണോ എന്നതിനെക്കുറിച്ചാണ് റിലയൻസ് ആദ്യം അന്വേഷിച്ചത്. പിന്നീട് അത് എന്താണെന്നുള്ളത് റിലയൻസ് ഓട്ടോ ഇൻഡസ്ട്രീസ് മാത്രമേ അറിയത്തുള്ളൂ. എന്നാൽ നമുക്കറിയാവുന്ന ചില കാര്യങ്ങളുണ്ട്. അടുത്ത 20 വർഷത്തേക്ക് ക്ലീൻ എനർജി സെക്ടേഴ്സിലേക്ക് $10 ബില്യൺ, അതായത് 80,000 കോടി രൂപയുടെ നിക്ഷേപമാണ് റിലയൻസ് നടത്തിയിട്ടുള്ളത് എന്നാണ് മുകേഷ് അംബാനി പ്രഖ്യാപിച്ചിട്ടുള്ളത്. അത് പരിഗണിച്ച് റിലയൻസ് ജിയോ 2024 ഡിസംബറിന് മുമ്പ് ഇന്ത്യയിൽ തങ്ങളുടെ ആദ്യത്തെ ഇലക്ട്രിക് കാർ, അതും 10 ലക്ഷത്തിന് താഴെ വിലയ്ക്ക് അവതരിപ്പിച്ചേക്കുമെന്നുള്ള സൂചനകളാണ് ഇപ്പോൾ ലഭിച്ചിട്ടുള്ളത് എന്ന് അനുമാനിക്കാനുള്ള ഇത്രയും കാരണങ്ങൾ ഉണ്ട്. ഇതും കൂടാതെ തന്നെ EV ഇൻഡസ്ട്രിയിലേക്ക് കാലുകുത്തുന്നതിന് മുന്നോടിയായി സ്വാപ്പ് ചെയ്യാൻ സാധിക്കുന്ന EV ബാറ്ററിയും ജിയോ പുറത്തിറക്കിയിട്ടുണ്ട്. 2023 ഒക്ടോബർ 4 ജിയോ ഈ ഒരു ബാറ്ററി പാക്ക് പുറത്തിറക്കിയിട്ടുള്ളത്. 20 മുതൽ 80 വരെ kWh ശേഷിയുള്ള കാറുകൾക്ക് ഉപയോഗിക്കാൻ ശേഷിയുള്ള 120 വോൾട്ട് വരെ പവർ നൽകുന്ന ഇന്ത്യൻ ഇലക്ട്രിക് ഇൻഡസ്ട്രിയുടെ ഞെട്ടിച്ച ഒരു ബാറ്ററിയായിരുന്നു ഇത്. റിലയൻസിൻ്റെ ഏതൊരു ചാർജിംഗ് സ്റ്റേഷനുകളിലും എത്തി മാറ്റി ഉപയോഗിക്കാൻ സാധിക്കുന്ന ഒരു ബാറ്ററി കൂടിയാണ് ഇത്. എന്തായാലും 2024 തന്നെ ജിയോയുടെ ഇലക്ട്രിക് കാർ വരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ ഇതിനെക്കുറിച്ചുള്ള കൂടുതൽ അപ്ഡേറ്റ് വരികയാണെങ്കിൽ നമ്മൾ ഈ ഒരു ചാനലിലൂടെ തന്നെ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ട് തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാൻ, മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക. പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഫ്രണ്ട്സ്.